വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഉണ്ട്. ജാക്കപ്പ് ഇരിക്കുന്ന സ്റ്റൈലും ഉണ്ടാ കാണിച്ചു തരാവേ. വളഞ്ഞു ഒടിഞ്ഞ് ചരിഞ്ഞു. അവൻ്റെ ബട്ടക്സ് അവൻ മുഴത്തെ പടിയിലും കൈയും കാലും താഴത്തെ പടിയിലും വെച്ചിരിക്കുക. നിമികുട്ടൻ, നാനിയമ്മ, ജാനുകുട്ടി, തുമ്പിക്കുട്ടി, കീക്കുപ്പെണ്ണ്. വൈറ്റമ്മ കൂട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അവൾക്ക് ഇറക്കി വിട്ടാലും മഴയായതിനു ശേഷം ഇപ്പോൾ ഏ സമയം ചുരുണ്ടൂരി ഒരു കിടത്തയുണ്ട്. പിന്നെ ചക്ക ഇവിടെ എവിടെയോ ഓടി കിടപ്പുണ്ട്. ഇലകളുണ്ടോ? ദിവസം 2 പ്രാവശ്യമാണ് ഇപ്പം തൂക്കേണ്ടത്. ഈ മാവൻ ഇവിടെ നിൽക്കുന്നത് കാരണം. ഇതിപ്പോൾ രാവിലെ ഇന്നലെ രാത്രിത്തെ സംഭവമാണ്. ചക്കിപ്പെണ്ണ് വന്നേ. രണ്ടെണ്ണം രാവിലെ മാങ്ങ വിളഞ്ഞതൊക്കെ പിച്ചി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പിച്ചിയാ വലയൊക്കെ ഇട്ടാണ് കേട്ടോ ഞങ്ങൾ മാങ്ങ. പകുതി മാങ്ങയും വവ്വാലും കിളിയും കൊണ്ടുപോയി കേട്ടോ. ഞങ്ങൾ വിളയുന്നില്ലെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അവർ ഓരോന്നോരോന്നായിട്ട് കൊത്തി തിന്നോണ്ടിരിക്കുക. ഒരു മാങ്ങ ഏതാണ്ട് ഒരു കിലോ പുറത്ത് കാണത്തില്ല വെയിറ്റ്. ഒരു മാങ്ങയ്ക്ക് 1 കിലോ പുറത്ത് വെയിറ്റ് ഉണ്ട്. ഇത് കണ്ട നല്ല പഴുത്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് മാങ്ങ. മുട്ട മാങ്ങയാണ്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കൊത്തിയിട്ട് ഇത് മുകളിലൊക്കെ നിൽക്കുന്നത് അറിയാൻ പറ്റത്തില്ല. ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അങ്ങനെ അണ്ണ ഇന്ന് അവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ പിച്ചാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ കൊണ്ടുപോയി അവർ. ഈ ഇടയ്ക്ക് നിന്നാണ് വീഴുന്നത്. പക്ഷെ നമ്മൾ പിച്ചുമ്പോൾ ഒന്നും വിളഞ്ഞായിരിക്കത്തില്ല. അവർ തിന്നതൊക്കെ കറക്റ്റ് വിളഞ്ഞു. എങ്ങനെ ഇത് മനസ്സിലാവുന്നോ എന്തോ. നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കി വയ്ക്കും. ഇതിലേതാ വിളഞ്ഞത്, ഇതിലേതാ വിളയാത്തത് എന്നൊക്കെ പറഞ്ഞു. അണ്ണ നിന്ന് അന്തം വിട്ട് ഇതിലേതാ വിളഞ്ഞതെന്ന്. അണ്ണ ഒരു കാര്യം ചെയ്യും, വവ്വാലിനെ വിളിക്കാം. വിളിച്ചിട്ട് ഇതിൽ വിളഞ്ഞതൊക്കെ ഏതാണെന്നൊന്ന് കാണിച്ചു തരാൻ പറ. വൈറ്റമ്മ കാണിച്ചു തരേ. വൈറ്റി ഇപ്പം മഴ തുടങ്ങിയതിന് ശേഷം പുതിയൊരു ബെഡ് അവൾക്ക് കൊടുത്തായിരുന്നു. അതിനകത്ത് ഒരേ കിടത്തയാണ്, ഇറങ്ങത്തില്ല. ദാണ്ട കിടക്കുന്നു. ഡേയ് ബാ, എല്ലാവരും വെളിയിൽ നിൽക്കുന്നുണ്ടല്ലേ ബാ. ഇതാണ് അവളെ പുതിയ ബെഡ്. ഇച്ചിരി ചെറുതായിട്ടുള്ളൊരു ടയർ കൊണ്ട് കൊടുത്ത്. അപ്പോൾ അതിൽ അവൾക്ക് ഇങ്ങനെ ചുരുണ്ട് കൂടി വളഞ്ഞൊടിഞ്ഞിരിക്കുക. മറ്റേതാകുമ്പോൾ വലുപ്പമായതുകൊണ്ട് അത്രയും ചുരുണ്ട് കൂടാക്കത്തില്ല. ഇത് അവൾ ചുരുണ്ടിരുന്ന അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ, നൂരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് പിടിച്ചിരിക്കുക. ഒരു തരത്തിൽ അതിനകത്ത് നിന്ന് ഇറങ്ങത്തില്ല. അവിടെ എന്തോ ഒരു സംഭവം അരങ്ങേറുന്നത്. ജാക്കിക്ക് ഒരു സ്വഭാവമുണ്ട്. എന്തോന്ന് വെച്ചാൽ ആരെങ്കിലും ഗേറ്റിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഓടിച്ചൊന്ന് ചാടി അങ്ങ് പേടിയാക്കിക്കളെ. എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറയാം. അതൊന്ന് ഗേറ്റ് തുറന്ന് ഇട്ടാ എന്തെന്ന് വെച്ചാൽ ഓടുന്ന സാധനമാണ് ഇതായി ഓടിയിട്ടത്. വലിയ ആള് മേഘ ആരെങ്കിലും ഒന്ന് വരട്ടെ അപ്പോഴേ വാലും ചുരുട്ടി ഓടും. എൻ്റെ ചെറുക്ക അതിൻ്റെ മുതു കാടിച്ച് പറിച്ചെടുക്കുക. നോക്കണേ അവനാ സ്വഭാവം. നിമേ നിമേ നോയിക്കോ. അടി ഇപ്പം ഞാൻ തരുമല്ലേ. ഓളം വാലിൽ പിടിച്ച് വലിക്കുന്നു. ഇവിടെ ചെറുക്ക കൊറി റാണി കടിയോട്. എൻ്റെ ഉടുപ്പ്. അയ്യോ, ഒരു മാങ്ങ തറയെ വീണു ഗൈസ്. ഇത് ഭയങ്കര പാടാട്ടോ ഈ മാങ്ങയൊക്കെ പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ. അത് ബാലൻസ് ഉള്ളവരെ കൊണ്ടേ പറ്റും. അണ്ണൻ്റെ കാലും പോയെന്ന് തോന്നുന്നു. കമ്പ് വന്ന് കാലിൽ കൊണ്ട് വീണ അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. നല്ല സ്ട്രോങ് ആ മാങ്ങ. അവർ തിന്നിടുന്നതാ. ഇത് എവിടുന്ന് കയറി എങ്ങനെ കണ്ടുപിടിച്ച് തിന്നുന്നതെന്തോ. അണ്ണന് മാങ്ങയൊന്നും കാണാൻ പറ്റണില്ല കേട്ടാ. ഇത് മിക്കവാറും വവ്വാലിനെ തന്നെ വിളിക്കേണ്ടി വരും മാങ്ങ വിളഞ്ഞത് കണ്ടുപിടിക്കാൻ വേണ്ടി. നമുക്ക് മനസ്സിലാവത്തില്ലേ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ. ஆனால் ഇതിൻ്റെ പുറഭാഗം അങ്ങനെ പെട്ടെന്ന് മഞ്ഞ കളർ അടിക്കത്തില്ല. നിമേ ഇവിടെ മാവി കയറി മാങ്ങയെല്ലാം പിച്ചിത്താമനെ ഒരു പ്രയോജനവും ഇല്ല. എന്തിനാണോ എന്താ വളർത്തുന്നത്. ഫൈനലി മാങ്ങ ലാൻഡ് ചെയ്തു. റാണി പേടിച്ചോടി മാങ്ങ വന്നപ്പോഴത്തേക്ക്. തോനെയൊന്നും പിടിക്കത്തില്ല കേട്ടോ. വളരെ കുറച്ച്. മറ്റുള്ള സാധാ മാങ്ങകൾ കുത്തി പിടിക്കുന്നതാണ്. അങ്ങനെയുള്ള പിടുത്തമൊന്നുമില്ല. വളരെ കുറച്ചേ പിടിക്കാറുള്ളൂ. അതിൽ പകുതി മുക്കാലും വവ്വാലും ഉണ്ട്. ബാക്കി നമുക്ക് ഇച്ചിരി അങ്ങ് കിട്ടിയാലായി ഇല്ലെങ്കിലായി. പിന്നെ മാവ് മെയിനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവർക്കുള്ള കൂടൊരെണ്ണം അവിടെ ഉണ്ട്. അപ്പോൾ അതിന് തണൽ വേറൊന്നുമില്ല. ജിമ്മി തോട്ടയിൽ തട്ടി പോകുന്നു. മാങ്ങ എടുത്താൻ വേണ്ടി മതിലിൻ്റെ മണ്ടേ കയറിയിരിക്കുന്നതാണ്. വീഴും
നോക്കി ഇറങ്ങ്. ഒരു മാമ്പഴം തിന്നാൻ വേണ്ടി എന്തെല്ലാം പാട് വെട്ടാൻ പറ്റില്ല വേണ. മൊത്തം എറുമ്പ് അടിച്ചണ്ണനാ. തോട്ടയും കൊണ്ടുപോകുന്ന അണ്ണൻ്റെ പിന്നാലെ പോകുന്ന ജാക്കി. പാപ്പോ പാപ്പല്ല ഇനി മൈൻഡില്ല, ഭയങ്കര ഗമ ഇറക്കുന്നു. അണ്ണൻ്റെ അടുത്തോട്ട് സോപ്പിട്ട് അണ്ണ ജാക്കി ഒന്നും കണ്ടില്ലേ സോപ്പിട്ട് അണ്ണൻ്റെ അടുത്തോട്ട്. കാലി കഴിക്കും താഴെയല്ലേ. ഒരാൾ സ്നേഹിച്ചപ്പോഴത്തെ അടുത്ത ലൈൻ എന്നെ 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 കൂടി എത്ര പേരെ സ്നേഹിക്കണം? നിന്നെ സ്നേഹിക്കണം. കിവകുനെ സ്നേഹിക്കണോ? ഞാൻ സ്നേഹിച്ച മുടിയാ. അവിടെ ആരോ ചെന്നിട്ട് ചക്കിപ്പഴമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.